വിശുദ്ധ പൗലോസ്ലീഹ എഫേസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, അധ്യായം 5, 22 മുതലുള്ള തിരുവചനങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നത് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവനതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. മിശിഹായില് ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരീ സഹോദരന്മാരെ, മനുഷ്യജീവിതം സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള വിളിയാണ്. അതിലുള്ള വിളി തന്നെയാണ് കുടുംബജീവിതത്തിലേക്കുള്ള വിളിയും. ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് പോലെ സഭ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഭാര്യ, ഭർത്താവ് രണ്ടുപേരും സഭ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് പോലെ ക്രിസ്തു മുഴുവനുമായി തന്നെ സഭയ്ക്കായി വിട്ടു നൽകുന്നു, സമർപ്പിക്കുന്നു. കുരിശിലെ ചിത്രം അതാ നമുക്ക് നൽകുന്നത്. സഭയും അതുപോലെ തന്നെ മുഴുവനുമായി സഭയുടെ ജീവിതവും അവളുടെ ലോകവും ക്രിസ്തുവിനായി മാറ്റിവയ്ക്കപ്പെട്ടു. അതാണ് നമ്മൾ. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ല മോഡൽ അന്വേഷിച്ച് നടക്കുകയാണ്. അദ്ദേഹം ആദ്യം ചെല്ലുന്നത് ഒരു വൈദികന്റെ അടുത്തേക്കാണ്. വൈദികൻ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ഏറ്റവും മനോഹരമായത് വിശ്വാസമാണ്. വിശ്വാസത്തിന് വേണ്ടി മനുഷ്യൻ മരിക്കാൻ തയ്യാറാകുന്നു. വിശ്വാസത്തിന് വേണ്ടി അവൻ എല്ലാം ത്യജിക്കാൻ തയ്യാറാകുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസമാണ് ഏറ്റവും മനോഹരമായത്. പിന്നീട് ആ ചിത്രകാരൻ പോകുന്നത് ഒരു സാഹിത്യകാരൻ്റെ അടുത്തേക്കാണ്. സാഹിത്യകാരൻ പറയുന്നുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായത് സത്യമാണ്. സത്യം നിറഞ്ഞ ജീവിതം എന്നും നിലനിൽക്കും. സത്യത്തിലുള്ളവൻ എന്നും ഓർമ്മിക്കപ്പെടും. അതുകൊണ്ട് സത്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായത്. വീണ്ടും ആ ചിത്രകാരൻ പോകുന്നത് ഒരു പട്ടാളക്കാരൻ്റെ അടുത്തേക്കാണ്. പട്ടാളക്കാരൻ പറയുന്നത്, സമാധാനമാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായത്. കലഹങ്ങളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത, പരസ്പരം പോരടിക്കാത്ത ഒരു ലോകം, അതാണ് ഏറ്റവും മനോഹരമായത്. വീണ്ടും ഈ ചിത്രകാരൻ പോകുന്നത് ഒരു പെൺകുട്ടിയുടെ അടുത്തേക്കാണ്. പെൺകുട്ടി പറയുന്നത്, പ്രണയമാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായത്. പ്രണയത്തിന്റെ കണ്ണുനീരിൽ പോലുമുണ്ട് സൗന്ദര്യം, അത്രയും മനോഹരമാണ്. ഈ മനുഷ്യൻ, ചിത്രകാരനായ മനുഷ്യൻ, തിരിച്ച് സ്വന്തം ഭവനത്തിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ തന്നെ കാത്തിരിക്കുന്ന കുടുംബിനിയുണ്ട്, കുട്ടികളുണ്ട്. അവരുടെ മുഖത്ത്, അവരുടെ ഹൃദയങ്ങളിൽ തെളിയുന്ന വിശ്വാസവും സമാധാനവും സത്യം നിറഞ്ഞ അവരുടെ ജീവിതവും പ്രണയവും കണ്ടിട്ട് ആ ചിത്രകാരൻ തൻ്റെ കുടുംബത്തിൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായത് കുടുംബമാണെന്ന് ആ ചിത്രകാരൻ പറഞ്ഞു വയ്ക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും കുടുംബമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന വിശ്വാസവും സത്യം നിറഞ്ഞ ജീവിതവും സമാധാനവും പ്രണയവും ഒക്കെയാണ് കുടുംബത്തെ മനോഹരമാക്കുന്നത്. നമുക്കറിയാം, വിശ്വാസം എന്നത് ഒരു പുരോഹിതനെ, വൈദികനെ സംബന്ധിച്ച് അവിഭാജ്യ ഘടകമാണ്, അവൻ്റെ ജീവവായുവാണ്. വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് പുരോഹിതനില്ല, അല്ലെങ്കിൽ വൈദികനില്ല.
ഇതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ പരസ്പരമുള്ള വിശ്വാസം അതിൻ്റെ ആഴത്തിൽ നിലനിൽക്കേണ്ടതാണ്. അതിലാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സൗന്ദര്യം ആഴത്തിൽ നമ്മൾക്ക് അളക്കുവാൻ സാധിക്കുക. അതുപോലെ തന്നെ സത്യം നിറഞ്ഞ ജീവിതം, മുഖംമൂടികളില്ലാത്ത, ഒളിച്ചുകളികളില്ലാത്ത, കാപട്യങ്ങളില്ലാത്ത ഒരു ജീവിതം, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഉള്ളതുപോലെ ജീവിക്കുവാൻ ജീവിക്കുന്ന കുടുംബം, അത് മനോഹരമാണ്. വീണ്ടും പ്രണയത്തെക്കുറിച്ച് ഒത്തിരിയേറെ ചർച്ചകൾ ഇന്ന് ലോകത്തിൽ നടക്കുന്നുണ്ട്. വിവാഹത്തിന് മുമ്പ് പ്രണയിക്കണോ വേണ്ടയോ എന്ന് ഇവിടെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. മറിച്ച് വിവാഹത്തിന് ശേഷം നമ്മൾ പ്രണയിക്കുന്നവരാകണം, ഹൃദയത്തിൽ പ്രണയം സൂക്ഷിക്കുന്നവരായിരിക്കണം, അകന്നിരിക്കുമ്പോഴും സ്നേഹിക്കാൻ കഴിവുള്ളവരായിരിക്കണം. പ്രണയം കുടുംബജീവിതത്തിൻ്റെ പ്രാണവായു ആണെന്നുള്ള തിരിച്ചറിവ് കുടുംബത്തെ മനോഹരമാക്കും. അതുകൊണ്ട് ജീവിതത്തിന് വിലപ്പെട്ടതാണ് പ്രണയം എന്നുള്ള തിരിച്ചറിവിലൂടെ കടന്നു പോകുവാൻ സാധിക്കണം. നാലാമതായി സമാധാനത്തിൽ ജീവിക്കുക. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സന്മനസ്സുള്ളവർക്കാണ് സമാധാനം. ഈ ലോകത്തിൽ നന്മയുള്ളവർ മനസ്സുള്ളവർക്ക് സമാധാനം ലഭിക്കും എന്ന് സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു. ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു വീട്ടമ്മ തൻ്റെ കുടുംബവുമായി കഴിയുക. തൊട്ടയൽവകത്ത് ദേഷ്യക്കാരനായ ഒരു വീട്ടുകാർ താമസിക്കുന്നു. ഇവരുടെ ഈ വീട്ടമ്മയുടെ കൃഷി എന്ന് പറയുക കുറച്ച് കോഴിയെ വളർത്തും, താറാവിനെ വളർത്തും. തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ട് അവരും വീട് കഴിഞ്ഞു പോകുന്നു. ഈ കോഴികൾ മിക്കവാറും ഈ പച്ചക്കറിയുള്ള വീടുകളിലേക്ക് കയറി ചെന്ന് പച്ചക്കറി നശിപ്പിക്കും. ഒരു ദിവസം അവിടെയുള്ള ചേട്ടന് ദേഷ്യം കൂടി ഈ കോഴിയെ കൊന്ന് ഈ വീട്ടമ്മയുടെ പറമ്പിലേക്ക് തന്നെ തിരിച്ചിടും. അങ്ങനെ 2-3 കോഴിയെ കൊന്ന് ഒരു ദിവസം വിട്ട് കഴിഞ്ഞപ്പോൾ ഈ വീട്ടമ്മ ഈ കോഴിയെ തൊലിയൊക്കെ പൊളിച്ച് നല്ല ഫ്രൈ ഒക്കെ ചെയ്ത് ഒരെണ്ണത്തിനെ എടുത്ത് ഏറ്റവും ഇളയ കുട്ടിയുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ ആ വീട്ടുടമസ്ഥന്, ആ വീട്ടുകാർക്ക്, അയൽവക്കംകാരന് തന്നെ കൊടുക്കണം ഇത്. എന്നിട്ട് പറയണം, ഇത് ഞങ്ങൾ തിന്നാൽ തീരാത്തത് കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ മറ്റൊന്നും വിചാരിക്കരുത്. ഞങ്ങൾക്ക് മറ്റുള്ള വിരോധമൊന്നും ഞങ്ങൾക്ക് നിങ്ങളോടില്ല. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ തെറ്റാണ്. ഞങ്ങളുടെ കോഴികൾ നിങ്ങളുടെ പറമ്പിൽ കയറി നിങ്ങളുടെ പച്ചക്കറി നശിപ്പിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തെറ്റ് മനസ്സിലാക്കുന്നു, നമുക്ക് പഴയ ബന്ധം വേണം. ഇത് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ആദ്യം ആ മനുഷ്യൻ ഇത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിലും പിന്നീട് ഈ മനുഷ്യൻ അത് സ്വീകരിക്കുന്നു. എന്നിട്ട് പിന്നീട് അവരുടെ ഇടയിലുണ്ടായിരുന്ന വേലികൾ പോലും അയാൾ പൊളിച്ചു മാറ്റിക്കളയുക. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാനൊന്നൊന്നുമല്ല, ഇത് നന്മയാണ്. നന്മയുള്ള മനസ്സ് നന്മ മാത്രമേ ചെയ്യൂ. തിന്മയ്ക്കെതിരെ നന്മ കൊണ്ട് വിജയം നേടുവാൻ സാധിക്കണം. തിന്മയ്ക്കെതിരെ നന്മ കൊണ്ടാണ് നമുക്ക് വിജയിക്കേണ്ടത്. അവിടെയാണ് നന്മയുള്ള മനസ്സിനെ അളക്കുവാൻ സാധിക്കുക. അങ്ങനെയുള്ള മനസ്സിനെ തീർച്ചയായിട്ടും സമാധാനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്നവരായിട്ട് തീരുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ സമാധാനമുള്ളവരായി തീരണമെങ്കിൽ തീർച്ചയായിട്ടും നന്മയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായി തീരുക, അല്ലാതെ വേറെ മാർഗമില്ല എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കാനുള്ളതാണെന്നുള്ള വിളിയോട് കൂടിയിട്ട് അതിൻ്റെ ജീവിതത്തെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുക. അതാണ് കുടുംബജീവിതം. സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, അതുപോലെ തന്നെ സമാധാനവും വിശ്വാസവും പ്രണയവും സത്യം നിറഞ്ഞ ഒരു ജീവിതവും നമ്മുടെ ജീവിതത്തെ മുതൽക്കൂട്ടായിട്ട്, അതിൻ്റെ ക്യാപിറ്റലായിട്ട്, മൂലധനമായിട്ട് നമ്മൾ സ്വീകരിക്കുക. അതിലൂടെ മാത്രമേ നമുക്ക് കുടുംബജീവിതത്തെ മനോഹരമാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ ഭംഗിയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ കുടുംബത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഇന്ന് അവരെ ശിക്ഷിക്കുവാനും അവരെ രക്ഷിക്കുവാനുമുള്ള കടമ കുടുംബത്തിലുള്ള ഓരോ കുടുംബനാഥനും കുടുംബനാഥയ്ക്കും ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഒരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു അച്ഛന് ഉണ്ടായ സംഭവം. അദ്ദേഹം കൊച്ചുനാളിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് വളരെ പാവപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളരെ റെയറായിട്ട് മാത്രമേ പലഹാരങ്ങൾ വാങ്ങുകയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമേ പലഹാരങ്ങൾ വാങ്ങാറുള്ളൂ. എന്നാൽ ഈ കൊച്ചായിരുന്ന ഈ അച്ഛൻ ഒരു നാളിൽ ഈ പലഹാരം മുഴുവനും എടുത്തു കഴിക്കും. ഇത് വീട്ടുകാരറിയുമ്പോൾ അച്ഛനെ വളരെയേറെ ശിക്ഷിക്കും. പ്രത്യേകിച്ച് അപ്പൻ വളരെയേറെ ശിക്ഷിക്കും. അടിച്ച്, നീ കള്ളനാണ്, നീ മോഷ്ടിക്കുമല്ലേ,
നീ ഈ വീട്ടിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ സൃഷ്ടിക്കും. എന്നാൽ അമ്മ ഉള്ളിലിരുന്നു കൊണ്ട് പറയുന്നുണ്ട്, അവൻ കള്ളനൊന്നുമല്ല, അവൻ എൻ്റെ മകനാ. ഇത് ഈ അച്ഛനെ ഒത്തിരിയേറെ വളർത്തിയിട്ടുണ്ടെന്ന് അച്ഛൻ പിന്നീട് പറയാറുണ്ട്. അതായത്, എന്നെ അപ്പം തല്ലിയപ്പോൾ ഞാൻ കരുതി ആ വീട്ടിൽ ഞാൻ അധികപ്പറ്റ. പക്ഷേ അമ്മ ഇതെന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ആ വീട്ടിലെ ഒരു അംഗം തന്നെയാ, ഞാൻ മകൻ തന്നെയാ, ഞാൻ പുറന്തള്ളപ്പെട്ടവനല്ല. ഇതാണ് ശിക്ഷയും രക്ഷയും തമ്മിൽ ഒന്നുചേർന്ന് പോകണം എന്നത് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുക. അതായത്, നമ്മുടെ മക്കളെ ശിക്ഷിക്കരുതെന്ന് അല്ല പറയുക, മറിച്ച് അവരെ രക്ഷിച്ചുകൊണ്ട് വേണം ശിക്ഷിക്കുവാൻ. അതിലൂടെയാണ് നമുക്കവരെ നേടുവാൻ സാധിക്കുകയുള്ളൂ, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുകയുള്ളൂ, നേർവഴി കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ജയിലിലൊക്കെ മിനിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം വളരെ ആരോടും മിണ്ടാതെ വിഷണ്ണനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു. അപ്പോൾ എന്തിനാ അമ്മ വന്നതിന് പേരിൽ ഇദ്ദേഹം വിഷമിച്ചിരിക്കുന്നത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അമ്മയ്ക്കിട്ട് ഈ ചെറുപ്പക്കാരൻ തല്ലി. കാരണം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഈ മനുഷ്യൻ ഈ ജയിലിൽ കിടക്കാൻ കാരണം മോഷ്ടിച്ചതിൻ്റെ പേരിലാണ്. അമ്മ വന്ന് ആ മനുഷ്യനെ കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, അമ്മേ, ഞാൻ ആദ്യം മോഷ്ടിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ തിരുത്തിയില്ല? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് അമ്മയ്ക്കിട്ട് തല്ലിയതാ. അതെ പ്രിയപ്പെട്ടവരെ, ഒരു നാളിൽ നമ്മുടെ മക്കള് നമ്മളെ നോക്കി ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ തിരുത്തിയില്ല? അവിടെ നമ്മുടെ ഉത്തരങ്ങൾ മുട്ടുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരിക. അവിടെ നമ്മൾക്ക് ഉത്തരം മുട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഭൂമി പിളർന്ന് നമ്മൾ ഇല്ലാതാകട്ടെ എന്ന് നമ്മൾ ഒരു പക്ഷേ ആഗ്രഹിച്ചു പോകും. അതിന് നമുക്കത് സംഭവിക്കാതിരിക്കുവാൻ ഇന്ന് തന്നെ നമ്മുടെ കുട്ടികളെ തിരുത്തുവാൻ, അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്ന ഒരു ജീവിതമായി തീരും. നമ്മുടേത് മാത്രമല്ല, നമ്മുടെ മക്കളുടേതും. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തെ ഭദ്രമാക്കുവാൻ, ഉത്തരവാദിത്വമുള്ളതാക്കുവാൻ നമുക്ക് ഒത്തൊരുമയോട് കൂടിയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കണം. അതോടൊപ്പം ഈശോയിൽ ആത്മാർത്ഥമായിട്ട് ആശ്രയിക്കുക. കാരണം ക്രിസ്തുവാണ് നമ്മളെ കൂട്ടിച്ചേർത്തത്. ആ ക്രിസ്തുവിനാലാണ് നമ്മുടെ കുടുംബം ഒന്നുചേർന്ന് നിൽക്കുന്നത്. അവനിലാണ് നമ്മുടെ രക്ഷ. അതുകൊണ്ട് അവനോടുകൂടി ചേർന്ന് നിൽക്കുക, അവൻ്റെ ജീവിതത്തോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ കാണുവാൻ സാധിക്കുക. നദി അതിന് വഴി കണ്ടെത്തി പോകുകയാണ്. ഒരിക്കലും നദിക്കാരും വഴി വെട്ടിക്കൊടുത്തിട്ടില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിനുള്ള വഴി നമ്മൾ നേരെ കണ്ടെത്തുക തന്നെ വേണം. അതിന് തടസ്സങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. പക്ഷേ അവിടെ നമുക്കായി ഒരു വഴി നമ്മുടെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ മുമ്പേ കടന്നു പോയവനാ അവൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും കടമകളോടും കൂടി കണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ സാധിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങേ സ്നേഹത്തിൽ ഒന്നിച്ചേർന്നിരിക്കുന്ന കുടുംബങ്ങളെ അങ്ങ് കാത്തുകൊള്ളണമേ. അങ്ങയുടെ അഭയത്തിൻ്റെ കീഴിൽ എപ്പോഴും നയിക്കണമേ. അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ ദയയും കാരുണ്യവും എപ്പോഴും വഴി നടത്തുവാൻ കാരണമാകണമേ. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണമേ. അങ്ങേ സ്നേഹത്തിൻ്റെ പുതിയ വഴിശാലുകൾ തുറക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. അങ്ങേ അറിഞ്ഞ് അങ്ങയുടെ നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അങ്ങയുടെ ദൗത്യത്തിന് ഈ ലോകത്തിൽ ആയിരിക്കുവാനും ഞങ്ങളെയും സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യ
ഭാര്യമാരെ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ, ചുളിവോ കറയോ ഇല്ലാതെ, കുറവോ പിഴവോ ഇല്ലാതെ, ചുളിവോ കറയോ ഇല്ലാതെ, കുറവോ പിഴവോ ഇല്ലാതെ. സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭാര്യമാരെ സ്നേഹിപ്പിൻ, സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ, സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭാര്യമാരെ സ്നേഹിപ്പിൻ, സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. ഭാര്യമാരെ നിങ്ങൾ ഭർത്താവോടൊത്തെങ്കും ഒരു മനമായി ഒരു തരമായി ചേരേണ്ടവരല്ലോ. ഭാര്യമാരെ നിങ്ങൾ ഭർത്താവോടൊത്തെന്നും ഒരു മനമായി ഒരു സ്വരമായി ചേരേണ്ടവരല്ലോ. ഈ ചേർച്ചയിൽ സ്നേഹവിരുന്നുണ്ണുവാൻ ത്രിയേക ദൈവം ഇറങ്ങി വരും. ഈ ചേർച്ചയിൽ സ്നേഹവിരുന്നുണ്ണുവാൻ ത്രിയേക ദൈവം ഇറങ്ങി വരും. സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭാര്യമാരെ സ്നേഹിപ്പിൻ, സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ, സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭാര്യമാരെ സ്നേഹിപ്പിൻ, സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. ഈ സ്നേഹവാണിയിൽ വിരിയും പൂമൊട്ടുകൾ എന്നെന്നും ദൈവത്തിൻ ഓമനദൂലങ്ങൾ. ഈ സ്നേഹവാണിയിൽ വിരിയും പൂമൊട്ടുകൾ എന്നെന്നും ദൈവത്തിൻ ഓമനസ്വരങ്ങൾ. ദൈവഹിതം പോലിവരെ പോറ്റിയിടുമ്പോൾ ദൈവത്താൽ മുദ്രിതം ഈ ഭവനം. ദൈവഹിതം പോലിവരെ പോറ്റിയിടുമ്പോൾ ദൈവത്താൽ മുദ്രിതം ഈ ഭവനം. സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭാര്യമാരെ സ്നേഹിപ്പിൻ, സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ, സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭാര്യമാരെ സ്നേഹിപ്പിൻ, സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ